എല്ലാവർക്കും മലയാളം എക്സ്പെരിമെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടറിലൂടെ ഒരു ഫയർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വീട്ടിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു കുപ്പി വേണം, സാധാരണ കുപ്പി മതി. പിന്നെ ഒരു തീപ്പെട്ടി വേണം, പിന്നെ ഒരു ചന്ദനത്തിരി വേണം, പിന്നെ കാൽസ്യം കാർബൈഡ് വേണം. എന്നിട്ട് നമുക്ക് ഈ കാൽസ്യം കാർബൈഡ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല കട്ട് ചെയ്തതിന് നമ്മുടെ കയ്യിലെ ചന്ദനത്തിരി ഒന്ന് കത്തിച്ചിട്ട് നമുക്കത് കുറച്ച് ദൂരെയായിട്ട് കുത്തി വെക്കാം. കയ്യിലുള്ള കുപ്പിയിൽ കാൽസ്യം കാർബൈഡ് നടത്തുക. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. കാൽസ്യം കാർബൈഡിന് വാട്ടറിന് കറക്റ്റ് വിചാരിച്ച് നമുക്ക് ആ കുപ്പിക്കുള്ളിൽ കാണാം. കുപ്പി പതുക്കെ വീർത്ത് വരുന്നുണ്ട്. എനിക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. എന്താ അറിയാത്തതുകൊണ്ട് നമ്മൾ കുപ്പിൻ്റെ അടുത്തേക്ക് പോകണില്ല. ക്യാമറ കുറച്ച് ദൂരെയാണ് വെച്ചിരിക്കുന്നത്. ഒരു വട്ടം കൂടി ചെയ്യേണ്ടി വരും. കുപ്പിക്ക് കുറച്ച് കനം കൂടുതലാണ്. കനം കുറച്ച് കുപ്പി എടുക്കേണ്ടി വരും. നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഒന്ന് നൈസായിട്ടൊന്ന് പാടി. ആദ്യത്തെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇപ്രാവശ്യം മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചന്ദനത്തിരി ഉപയോഗിച്ചതിന് പകരം ഇപ്രാവശ്യം നമ്മൾ പേപ്പർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. നല്ല ഹീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ കണ്ടില്ല കുപ്പീൻ്റെ അവസ്ഥ. ഇവിടെ കാൽസ്യം കാർബൈഡും വാട്ടറും പ്രവർത്തിച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡും അസറ്റലിൽ ഗ്യാസുമായി മാറുന്ന പ്രക്രിയ നടക്കുന്നത്. അതിൻ്റെ കൂടെ ഫയർ കൂടി ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ഫയർ ക്രിയേറ്റ് ആവുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ചാനലാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോ കിട്ടാൻ മലയാളം എക്സ്പെരിമെൻറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.